വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്നൊരു സ്വരം ഞാൻ കേട്ടു. വീണക്കാർ വീണമീട്ടുന്നത് പോലൊരു സ്വരം. അവർ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു. വെളിപാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 2-3 വാക്യങ്ങൾ. 1098 ജനിച്ച് നൈനിൻ്റെ പ്രവാചികയായി ജീവിച്ച് മാലാഹമാരുടെ സംഗീതം ശ്രവിച്ച് സ്വർഗാരോഹണ കോണിപ്പടിയിലെ ക്രിസ്തീയ സോപാന സംഗീതം എന്ന് നമുക്ക് പേർ വിളിക്കാവുന്നൊരു സംഗീതം നമുക്ക് പകർന്ന് 1179 മരിച്ച വീഗൻ ലേവിസ് ദ ഗിൽഡെഗാർഡ് 2012 ഔദ്യോഗികമായ വിശുദ്ധയെന്നും ഒപ്പം വേദപാരംഗതയെന്നും വിളിക്കപ്പെട്ടവൾ. സംഗീതജ്ഞന്മാരുടെയും രചയിതാക്കളുടെയും മധ്യസ്ഥയായ വേദപാരംഗത സ്വർഗത്തിൽ നിന്ന് കേട്ടപാടെ സംഗീതം രചിച്ച് ലോകത്തിന് പകർന്ന ഗീതങ്ങൾ പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടു. മാധ്യമങ്ങളിൽ അത് ഇന്ന് ശ്രവിക്കാനും കഴിയും. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.